ഇടത് തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ജനങ്ങളെ കബളിപ്പിക്കാനാണ് എന്ന് BMS. ഇടത് യൂണിയൻ നേതാക്കൾ കൂടി പങ്കെടുത്ത യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങളെ ഇപ്പോൾ എന്തിനാണ് എതിർക്കുന്നതെന്നും BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി GK അജിത് കുമാർ ചോദിച്ചു. പണിമുടക്കിൽ നിന്നും ജനങ്ങൾക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കണമെന്നും BMS ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി KB ഗണേഷ് കുമാർ അടക്കം പറഞ്ഞത് പണിമുടക്കിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകും, അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് സംരക്ഷണം ഒരുക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അടക്കം പറഞ്ഞൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ പോലീസ് സംരക്ഷണം എവിടെയും നൽകുന്നില്ല. BMSന്റെ തൊഴിലാളികൾ വന്നു, അവർ ജോലി ചെയ്യാനുള്ള സന്നദ്ധത അറിയിച്ചു വന്നിട്ട് പോലും അവർക്ക് പോലീസ് സംരക്ഷണം ഒരുക്കുകയാണെങ്കിൽ അവർ സർവീസ് നടത്തുമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. ടിൻഡു ദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ടിൻഡു, കഴിഞ്ഞ ദിവസം മന്ത്രി അടക്കം പറഞ്ഞത് ജനങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം ഒരുക്കാൻ പോലീസ് വിന്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ പോലീസ് കൂടുതൽ സംരക്ഷണം നൽകുമെന്നാണ്. പക്ഷേ മന്ത്രിയുടെ വാക്കുകളൊന്നും ഫലം കണ്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. പോലീസ് സംരക്ഷണം എവിടെയും ഒരുങ്ങുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈ സർവീസുകൾ തടയുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് KSRTC മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ യാത്രക്കാർക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവീസുകൾ മുടങ്ങുന്ന രീതിയിലുള്ള യാത്രക്കാർക്ക് അവർക്ക് പകരമുള്ള പരിരക്ഷകൾ നൽകുമെന്നൊക്കെയുള്ളൊരു വാദം നൽകിയിരുന്നു. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവെക്കാൻ സാധിക്കുന്നത്, ഈ പോലീസ് വാഹനങ്ങളിൽ കയറിപ്പോകുന്നവരല്ലാതെ മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും കിട്ടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടിയുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇടത് തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ജനങ്ങളെ കബളിപ്പിക്കാനെന്നാണ് ഇപ്പോൾ BMS തീരുമാനമെടുത്തിട്ടുള്ളത്. ഇടത് യൂണിയൻ നേതാക്കൾ കൂടി പങ്കെടുത്ത യോഗത്തിൽ തീരുമാനിച്ച കാര്യങ്ങളെ നിലവിൽ എതിർക്കുന്ന നയമാണ് ഇപ്പോൾ ഇടത് വലത് ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പണിമുടക്കിൽ നിന്നും ജനങ്ങൾക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള പൊതു സംരക്ഷണവും അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടും ഉണ്ടായിട്ടില്ല. ഇവിടെ നമുക്ക് പോലീസിൻ്റെ വാഹനങ്ങളിൽ അവരെ കയറ്റിക്കൊണ്ട് പോകുന്നതിനപ്പുറത്തേക്ക് സർവീസുകൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. രാവിലെ നെയ്യാറ്റിൻകരയിലേക്ക് പോകാൻ ഒരുങ്ങിയിരുന്ന ബസ് വൈകിയതിൽ യാത്രക്കാരും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള യൂണിയൻ നേതാക്കളും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായത് പോലീസ് ഇടപെട്ട് പരിഹരിച്ചിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെയ്യാറ്റിൻകരയിൽ 12 ബസ്സുകൾ സിറ്റിയിലേക്ക് സർവീസ് നടത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച, ഇവിടെ നിന്നും ബസ് അത്തരത്തിൽ നെയ്യാറ്റിൻകരയിലേക്കും സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ, ISR ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട പോലെ സർവീസ്, അവരെ ഉദ്യോഗാർത്ഥികളെ യഥാസമയം അവിടേക്ക് എത്തിക്കാനുള്ള സർവീസുകളൊക്കെ വളരെ ക്രമപ്പെട്ട രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്നും തെങ്കാശി, അതോടൊപ്പം തമിഴ്നാടുകളിലേക്ക് പോകുന്ന അന്തർ സംസ്ഥാന KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പണിമുടക്ക് പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിഷയം, അത് പണിമുടക്ക് വിജയിച്ചിട്ടില്ല എന്ന് വേണം. കാരണം നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നത് ഒരു KSRTC ബസ്സാണ്, അന്തർ സംസ്ഥാനത്തേക്ക് പോകുന്ന KSRTC ബസ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ വാഹനങ്ങളിലും സർവീസുകൾ നടക്കുന്നുണ്ട്. ഈ KSRTC സ്വകാര്യ ബസ്സുകൾ മാത്രമാണ്, ചില ബസ്സുകൾ മാത്രമാണ് ഇത്തരത്തിൽ സർവീസ് നടത്താതിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും KSRTCയും ഇതിനോടകം ഡയസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ 4 ലേബർ കോഡ് അടക്കം പണിമുടക്കിൻ്റെ ഭാഗമായി ഇടത് യൂണിയൻ നേതാക്കൾ ഉയർത്തുന്ന കാര്യങ്ങൾ അവരെ കൂടി ചർച്ചയിലെടുക്കുന്ന സമയത്ത് അവർ കൂടി അംഗീകരിച്ച കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നയമെന്നോണം ഈ യൂണിയനുകൾ ചേർന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട് ബന്ധെന്ന പ്രതീതി വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ബന്ധെന്ന പ്രതീതി വരുത്തിക്കൊണ്ട് ഒരു പണിമുടക്കിലേക്ക് പോകുമ്പോൾ അത് ജനങ്ങളെ കബളിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. കാരണം ഓരോ മീറ്റിങ്ങുകളിലും ഓരോ ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ ആ ചർച്ചകളിൽ വരുന്ന അജണ്ടകൾ കൈയടിച്ച് പാസ്സാക്കുകയും പിന്നീട് അതിനെ നേരെ തിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപദ്രവകരമാകുന്ന രീതിയിൽ ഈ പ്രതിഷേധവും പ്രക്ഷോഭവും പണിമുടക്കും എന്നുള്ള അജണ്ടകളിലേക്ക്